ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ഹാമ്പർ മേക്കിങ്ങിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നൈസായിട്ടൊരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പോവുകയാണേ. വേറെ ആരുടെ സ്റ്റോറിയല്ല, ഞാൻ തന്നെ എഴുതിയ ഒരു കുഞ്ഞ് ഷോർട്ട് സ്റ്റോറി. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വൈകുന്നേരം അയാൾ ഭാര്യയുമായി തൻ്റെ വീട്ടിലെത്തി. അധികാരത്തോടെ അയാൾ തൻ്റെ മുറിയിലെ കട്ടിലിൽ ഇരുന്നു. മടിച്ചു നിൽക്കുന്ന ഭാര്യയെ തൻ്റെ അരികിലിരിക്കാൻ ക്ഷണിച്ചു. അവൾ വളരെ പ്രസന്നതയോടെ അയാളുടെ അരികിൽ ചെന്നിരുന്നു. അവിടെ ഒന്നും അലട്ടിയിരുന്നില്ല. പക്ഷേ അയാൾ പലതിനെ പറ്റിയും വ്യാകുലപ്പെടുന്നുണ്ടായിരുന്നു. അയാൾക്കറിയാം, ഇന്ന് രാത്രി കൂടെ കഴിഞ്ഞാൽ ഈ വീട്ടിൽ താൻ വെറുമൊരു അതിഥി മാത്രമാവുമെന്ന്. ഒരു രാത്രി ഇരുട്ടിൻ്റെ അകമ്പടിയോടെ അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം അവരിരുവരും ഭാര്യ വീട്ടിലേക്ക് പോയി. ഈ നാട്ടിലെ രീതി അനുസരിച്ച് ഭർത്താവ് താമസിക്കേണ്ടത് ഭാര്യ വീട്ടിലാണ്. കാറിൽ വന്നിറങ്ങിയ നവദമ്പതികളെ ഭാര്യ വീട്ടുകാർ മധുരം കൊടുത്ത് സ്വീകരിച്ചു. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഇടയിലൂടെ ആ വലിയ വീട്ടിലേക്ക് അവർ നടന്നു. ഭാര്യ ദീർഘാശ്വാസം വലിച്ചുകൊണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ ഭർത്താവിനെ നോക്കി. അയാൾ അവളെ നോക്കിയില്ല. പകരം തൻ്റേതെന്ന് പറയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും തൻ്റെ ചുറ്റുമുണ്ടോ എന്ന് കരുതുകയായിരുന്നു. തൻ്റെ ചുറ്റും ഇപ്പോഴുള്ളതൊന്നും തൻ്റെ ആരുമല്ലെന്നും, പക്ഷേ ഇനി അവരാണ് തൻ്റെ എല്ലാം ആവേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ കൺപോളകൾ നനഞ്ഞു തുടങ്ങി. പക്ഷേ ഇപ്പോൾ അയാൾക്ക് കരയാനാവില്ല. അതിനനുവദിച്ച സമയം കഴിഞ്ഞില്ല. തൻ്റെ വീട് വിട്ടിറങ്ങുമ്പോൾ തനിക്ക് കരയാം, പൊട്ടിക്കരയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഈ ലോകം തനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവിടം കഴിഞ്ഞില്ലേ? ആളുകൾ പല കഥകളും ഉണ്ടാക്കിയെന്ന് വരും. അതിനുള്ള സാഹചര്യം ഒരുക്കിക്കൂടാ. തളം കെട്ടി നിന്ന് തൻ്റെ കണ്ണിനെരിഞ്ഞ് അയാൾ നിസ്സഹായതയോടെ അവഗണിച്ചു. തൻ്റെ കണ്ണി നിറഞ്ഞത് ആരെങ്കിലും കണ്ടോ എന്നറിയാൻ അയാൾ ഒരിക്കൽ കൂടി ചുറ്റിലും നോക്കി. കണ്ടു കാണും. അവർ തീർച്ചയായും തൻ്റെ കണ്ണി നിറഞ്ഞത് കണ്ടു കാണും. കാരണം തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്തെന്നറിയാൻ പോലും ശക്തിയുള്ള സൂക്ഷ്മമായ നോട്ടങ്ങളാണ് ഓരോരുത്തരും അറിയുന്നത്. കണ്ണി നിറഞ്ഞത് മാത്രമല്ല, തൻ്റെ മുടിയിഴകൾക്കിടയിലെ അസാധാരണമായിട്ടുള്ള വിടവും, ചെവിയുടെ മുകളിലെ അനാവശ്യമായ കൂർപ്പും, കവിളിലെ പ്രകടമാകുന്ന കരിവാളിപ്പും, കാലിൻ്റെ നെരിയാണി വരെ എത്തി നിൽക്കുന്ന കറുത്ത രോമങ്ങളും വരെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വീടിനകത്തേക്ക് കയറിയപ്പോൾ അയാൾ ആ വീടിൻ്റെ മുക്കിലും മൂലയിലും കണ്ണോടിച്ചു. ഇല്ല, തൻ്റെ വീടിൻ്റെതിന് സാമ്യമായ ഒന്നുമില്ല. തൻ്റെ പ്രിയപ്പെട്ട ഇരിപ്പിടമില്ല. തനിക്കിഷ്ടമുള്ള തലയണയില്ല. രാത്രിയിൽ താൻ പോയി ഇരിക്കാറുള്ള ഉമ്മറപ്പടികളില്ല. ഇവിടെയുള്ളതെല്ലാം താൻ സ്നേഹിച്ചതിനേക്കാൾ മികച്ചതാണെങ്കിലും താൻ സ്നേഹിച്ചതെല്ലാം തനിക്ക് അന്യമായിരിക്കുകയാണ്. ഇനിയൊരു വിരുന്നുകാരനായി തൻ്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ തൻ്റേതെന്ന് വിശ്വസിച്ചിരുന്ന പലതും അവിടെ തൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യരുടെ വായിൽ നിന്നും കറുത്ത പുക വരികയും ആ പുക വീട് നിറയെ പടരുകയും ചെയ്യുന്നതായി തോന്നിയപ്പോൾ അയാൾ തൻ്റെ വായും മൂക്കും മറച്ചു പിടിച്ചു. അയാളുടെ കണ്ണുകൾ നീറി. തൻ്റെ കൈകൾ കൊണ്ട് കണ്ണീർ തുടച്ചിട്ടും കണ്ണുകൾ വെപ്രാളപ്പെട്ട് അടയുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും തൻ്റെ ചുറ്റും നിന്നവർ പരസ്പരം തമാശകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാര്യ അയാളെ ശ്രദ്ധിച്ചു. അവൾ അയാളോട് ചോദിച്ചു, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല, അയാൾ വളരെ പ്രയാസത്തോടുകൂടി മറുപടി പറഞ്ഞു. എന്തിനാണ് വിഷമിക്കുന്നത്? ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ ഞാനും ഇരുന്നില്ലേ? ഇന്ന് നേരെ തിരിച്ചു. ഞാൻ അവിടേക്ക് വന്നപ്പോൾ ഒട്ടും വിഷമിച്ചിരുന്നില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ താമസിക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ? ഇത് സ്വന്തം വീട് പോലെ കണ്ടാൽ മതി. ഇവരെല്ലാം ചേട്ടൻ്റെ സ്വന്തം കുടുംബമായും. അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ അതൊരു ആശ്വസിപ്പിക്കലായിരുന്നു എന്ന് തന്നെ സംശയമാണ്. തനിക്കതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് തോന്നിയത്. എങ്കിലും അയാൾ പൊള്ളയായി ചിരിച്ചു. രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർക്കായി ഒരുക്കിയ മുറിയിലേക്ക് രണ്ടുപേരും പ്രവേശിച്ചു. മുറിക്കകത്തെ ചൂട് കൂടി വന്നപ്പോൾ ഫാനിൻ്റെ സ്വിച്ചിടാനായി അയാൾ എഴുന്നേറ്റു. സ്വിച്ച് ബോർഡിൻ്റെ അടുത്തെത്തിയപ്പോൾ ചോദ്യരൂപത്തിൽ അയാൾ തൻ്റെ ഭാര്യയെ നോക്കി. മൂന്നാമത്തെ സ്വിച്ച്. തലയണയ്ക്ക് പുതിയ കവറിട്ടുകൊണ്ടിരുന്ന ഭാര്യ അയാളുടെ സംശയം തീർത്തു. അയാൾ സ്വിച്ചിട്ട് തിരികെ നടന്നപ്പോൾ ചോദ്യരൂപത്തിൽ അവൾ പറഞ്ഞു, ഈ തണുപ്പ് കാലത്തിവിടെ ഞങ്ങൾ ഫാനിടാറില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല ചൂട് തോന്നുന്നുണ്ടാവുമല്ലേ? അയാൾ വലിയൊരു തെറ്റ് ചെയ്തവനെ പോലെ ഉരുകി നിന്നു. ഇളിഭ്യനായി ഫാൻ ഓഫ് ചെയ്യാൻ മുതിർന്നപ്പോൾ അവൾ വിലക്കി. ഓഫൊന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. കിടക്കാനൊരുങ്ങിയപ്പോൾ അയാളുടെ തലയ്ക്ക് താഴെയായി ഭാര്യ ഒരു തലയണം നീക്കി വെച്ചു കൊടുത്തു. അതിൽ തലവെച്ച് കിടന്നപ്പോൾ അയാൾക്ക് ഉറക്കം വന്നില്ല. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശേഷം അയാൾ ഭാര്യയോട് ചോദിച്ചു, കുറച്ച് പൊക്കം കുറഞ്ഞ തലയണ കിട്ടുമോ? തൻ്റെ കറുത്ത മുടിയിഴകൾ കോതി ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇവിടെ എല്ലാവരും പൊക്കമുള്ളതാണ് ഉപയോഗിക്കുക. അയാൾ ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് കണ്ണുകൾ അടച്ചു. ശീലമാവുമ്പോൾ ശരിയായിക്കോളും, ഭാര്യ വീണ്ടും ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കഴുത്തിന് നല്ല വേദന അനുഭവപ്പെട്ടു. എന്നിട്ടും അയാൾ അന്ന് രാത്രിയും അതേ തലയണയിൽ കിടന്നു. അന്ന് തൊട്ട് എന്നും അയാളോട് തന്നെ പറഞ്ഞു, ശീലമാവുമ്പോൾ ശരിയായിക്കോളും.